ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? എൻ്റെ ആത്മാവെ, നിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ ആരാധനയിൽ കൂടെ ഞങ്ങൾക്ക് പങ്കുചേരുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിച്ചിരിക്കുന്ന വന്ദയ്ക്കായി നന്ദിയോട് സ്തോത്രം നാഥാ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, ഇതുവരെയും അവിടുന്ന് ഞങ്ങളെ നടത്തിയ എല്ലാ കൃപകൾക്കായും വിധങ്ങൾക്കായും നന്ദിയോട് സ്തോത്രം. ഇപ്പോഴും അവിടുന്ന് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം നൽകി കർത്താവെ കാര്യസ്ഥനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യം പകരണമേ. ആരാധന നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണം. വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലുമായിരുന്ന ആരാധനയിൽ പങ്കുചേരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ എല്ലാവരെയും ഒന്നുപോലെ നിയന്ത്രിക്കുകയും കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ തിരുകൃപ പകരണം. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ആമേൻ. ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി 26-ാമത്തെ ഗീതം. Why?
വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാതയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടുത്തെ ഉള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയെയും തിരുക്കരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. അമ്മ നിർമ്മിച്ച അവരുടെ മുൻപിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് ദൈവത്തിലും അവിടുത്തെ കൈക്കിലെ ആളുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയിട്ടുള്ള പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപസ്വീകാര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ശിരസ്സുകൾ ദൈവസന്നിധിയിൽ നമിച്ച് അനുതാപ ഹൃദയത്തോടെ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമ്മെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആരാധനക്രമം 11-ാം പുറത്ത് കാണുന്ന പാപസ്വീകാര പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 11-ാം പുറം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ പ്രകാരം എന്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്തിൽ പോക്കണമേ. എന്റെ പാപം നീങ്ങി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. അങ്ങയുടെ തന്നെ ഞാൻ പാപം ചെയ്തു. അവിടത്തേക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നന്മല്ലായും തന്നെ. ഇതാ ഞാൻ അനർത്ഥത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ധരിച്ചു. അന്തർഭാവത്തിലെ സത്യമല്ലോ അന്വേഷിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നർമ്മല്ലാകേണ്ടതിനെ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ ഒളിക്കേണ്ടതിനെ എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നമ്മുടെ ശാസ്ത്രികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതോണം അങ്ങോട്ട് പെട്ടെന്ന് മറക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നെ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സത്യമായി അനുദപിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കൃപാമഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു എന്ന വിശ്വാസത്തോടും പ്രത്യാശയോടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനാക്രമം 17-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന. ഞാൻ പറയുന്ന പ്രാർത്ഥനകൾക്ക് പിന്നാലെ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയുക. ആരാധനാക്രമം 17-ാം പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ
വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാമൂഹിക നീതിക്കും മർദ്ദിയരുടെ വിമോചനത്തിനും അവസരയുടെ ഉദാഹരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനും ജീവിതകാലം അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാതയും ഞങ്ങളുടെ വിടുപകാരമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ജ്ഞാനവും തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം സങ്കീർത്തനം 42 പ്രതിവാക്യമായി 42-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവിനെ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴി വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കുന്നു. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കുകൊണ്ടും എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആരാധനാക്രമം 21-ാം പുറം. ഭാഗ്യവചനങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗ്യവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, ഇപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇപ്പോൾ തിരുവചനം വായിക്കുന്നത് ശ്രദ്ധിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ
എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തിരുവചനം വായിച്ചു കേട്ടുന്ന നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ ചൊല്ലാം. ആരാധനക്രമം 22-ാം പദം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം എഴുന്നേറ്റു അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായപ്പാൻ അവിടെ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ശിരസ്സുകൾ നമിക്കാൻ ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം, ജീവിതത്തിൻ്റെ വിവിധമായ അനുഭവങ്ങളോടെ കണ്ണുനീരിൻ്റെയും നിരാശയുടെയും വേദനയുടെയും അനുഭവങ്ങളിലായി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി, കർത്താവെ അവിടുത്തെ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ തിന്മയിൽ നിന്ന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശം അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശാന്തവും മനോഹരവുമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. ദൈവമേ, ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങൾക്ക് കാണുവാൻ, ഈ വിശുദ്ധ ദിവസത്തിന്റെ നന്മ അനുഭവിപ്പാൻ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഈ ദിവസം ഞങ്ങൾക്ക് വേർതിരിച്ചു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ പിതാവേ, ഈ നന്മകൾ അനുഭവിപ്പാൻ ഞങ്ങൾ ഒട്ടും യോഗ്യതയുള്ളവരല്ല. എന്നാലും അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു നിമിഷം അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് ലോകത്തിന്റെ സംഭവങ്ങളും അത് ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു. കർത്താവെ, ഈ സാഹചര്യത്തിലും ഞങ്ങൾ അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് മനസ്സലിയുകയും അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആലയത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. എന്നാൽ പല ഭവനങ്ങളിലും പല സ്ഥലങ്ങളിലുമായിരുന്നുകൊണ്ട് കർത്താവെ, സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ദൈവമേ ഞങ്ങൾക്ക് ഒരു മനസ്സോടെ ഒരുമിച്ച് ആരാധിക്കാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പല ഭവനങ്ങളിലും പല സ്ഥലങ്ങളിലുമായിരിക്കുന്ന എല്ലാവരെയും ഒരേ ആത്മാവ് തന്നെ നിയന്ത്രിക്കുകയും
ഞങ്ങളുടെ മനസ്സുകളെ ഏകാഗ്രപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിലെ മുഴുവൻ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, വിവിധമായ ഭാരത്തോടെയും പ്രയാസങ്ങളോടെ ആയിരിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് സന്ദർശിക്കണമേ. ദൈവകൃപ അവരുടെ മേൽ പകരണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ പലതരത്തിലുള്ള പ്രതിസന്ധികളും അപകടങ്ങളും കർത്താവെ പലതരത്തിലുള്ള തിന്മകളും ആയിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. പ്രത്യേക കർത്താവെ, COVID-19 എന്ന വൈറസ് മുഖാന്തരമുള്ള രോഗബാധ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവെ, ഈ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകരാഷ്ട്രങ്ങളെല്ലാം അവിടുന്ന് രക്ഷിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യൻ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവരോട് മനസ്സലിഞ്ഞ് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ കൃപ ഈ നാടുകളിൽ വ്യാപരിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സകലവും സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ രോഗത്തിന് എതിരായി ശാസ്ത്രത്തിനോ കർത്താവെ കണ്ടുപിടുത്തങ്ങൾക്കോ ഇതുവരെയും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയാത്ത അനുഭവത്തിലായിരിക്കുമ്പോൾ സ്വർഗീയ പിതാവ് അവിടുന്ന് മനസ്സലിഞ്ഞ് അവിടുന്ന് മനുഷ്യനോട് ഇടപെടുകയും മനുഷ്യന്റെ കർത്താവെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുകയും കർത്താവെ ഇതിന് പ്രതിരോധമായി കർത്താവെ ചികിത്സകളൊക്കെ കണ്ടുപിടിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ദൈവം നൽകി കർത്താവെ രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയതായി രോഗബാധകൾ ഇനി ദേശത്തിൽ പടരാതെ വണ്ണം കർത്താവെ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് നിൽക്കുമല്ലോ. കർത്താവെ, അപ്രകാരം അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലൂടെ നിരാശയുടെയും കണ്ണുനീരിന്റെയും വേർപാടിന്റെയും ഒക്കെ ദുഃഖങ്ങളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. കർത്താവെ, അവിടുത്തെ ദൈവികമായ സമാധാനം നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ദേശത്തിൽ കർത്താവെ പകർച്ചവ്യാധികളോ പ്രകൃതി ദുരന്തങ്ങളോ മറ്റ് തിന്മകളോ ഒന്നും അടുക്കാതെ വണ്ണം അവിടുന്ന് തന്നെ സംരക്ഷണ ചെയ്യണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയില്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ലല്ലോ നാഥ. അവിടുത്തെ കൃപ ധാരാളമായി നാടുകളിൽ പകർന്ന് മനുഷ്യവർഗത്തോട് മനസ്സലിയണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ എത്ര നിസ്സാരനാണെന്ന് കർത്താവെ സ്വയം വിലയിരുത്തി കണ്ടെത്തുവാനും ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, രോഗികളായി കർത്താവ് വിവിധമായിട്ടുള്ള ഭാരത്തോടെ ആശുപത്രികളിലും ഭവനങ്ങളിലും ചികിത്സകളിലുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ആശുപത്രിയിലായിരിക്കുന്ന കർത്താവെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിലും ലഭ്യമാകുന്ന ചികിത്സകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിക്കണമേ. ഭവനങ്ങളിൽ വാർദ്ധക്യ സഹജമായ ബലഹീനതയോടെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, നമ്മളിലൂടെ ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യമായി അവിടുന്ന് നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആർക്കും ഈ നാളുകളിലെ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരാതെ ദൈവം കാത്തുകൊള്ളണമേ. കർത്താവെ, ദാരിദ്ര്യമോ കഷ്ടപ്പാടുകളും എല്ലാം അവിടുന്ന് മാറ്റി വേണ്ടുന്ന നന്മകൾ ഓരോ നാളും നൽകി ക്ഷേമത്തോടെ നടത്തണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം നൽകി അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ സഭയിലെ യൗവനക്കാരെ ഓർക്കുന്നു. കർത്താവെ, യൗവനകാലത്തിൽ സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുവാനും ഈ ലോകത്തിന്റെ തിന്മശക്തികളിൽ അകപ്പെട്ടു പോകാതെ വണ്ണം ദൈവകൃപയിൽ ശരണപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. വിവിധമായ തൊഴിലുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ തൊഴിലുകൾക്ക് മുടക്കം വന്ന് ഈ നാളുകളിൽ കർത്താവെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് തന്നെ അതിനൊരു പരിഹാരം നൽകി തന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്വദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവിടെ വിദ്യാഭ്യാസത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന മക്കളെ അവിടുന്ന് ശക്തീകരിക്കണമേ.
തടസ്സം കൂടാതെ പരീക്ഷകൾ എഴുതി നല്ല വിജയം നേടാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ എല്ലാ വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കൂലി പണികൾ ചെയ്ത് ഉപജീവനം നടത്തുന്നവരുണ്ട്. അവർക്ക് വേണ്ടുന്ന ശരീര സുഖവും ബലവും ആരോഗ്യവും ദൈവം നൽകണമേ. കാലാവസ്ഥകളെല്ലാം ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. കർത്താവെ, ദേശത്തെ എല്ലാ ജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ഈ ആലയം കർത്താവെ ദേശത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. ആലയത്തിലെ കർത്താവെ അർപ്പിക്കുന്ന ആരാധനകളും ശുശ്രൂഷകളുമെല്ലാം ഈ ദേശത്തിനും കുടുംബങ്ങൾക്കും അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിക്കണമേ. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ആരാധനയുടെ ആരംഭം മുതൽ അവിടുത്തെ തിരുസാന്നിധ്യം പകർന്നതിനായി സ്തോത്രം. തുടർന്നും അവിടുത്തെ കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന തിരുവചനം ഞങ്ങൾക്ക് വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് നൽകണമേ. ആത്മീകമായിട്ടുള്ള വചനം പഠിച്ച് ഞങ്ങൾ ശക്തി പ്രാപിക്കുവാൻ, വിശ്വാസത്തിൽ ഞങ്ങൾ കർത്താവെ ശക്തി പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. വചനം സംസാരിക്കുന്ന അച്ഛനെയും അവിടുന്ന് ശക്തീകരിക്കണമേ. ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം, നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഇതുവരെ കൂടെ ഇരുന്ന ദൈവം ഇനിയും അവിടുന്ന് ഞങ്ങളെ നടത്തുവാൻ ശക്തനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവേ, തിരുകൃപ ഞങ്ങളോടുകൂടെ ഇരിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കൈക്കൊള്ളണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകൾ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി 63-ാമത്തെ ഗീതം. പുതുകുന്ന ഡിസ്ട്രിക്റ്റിൽ പുതുകുന്ന സഭയിൽ ഫ്രെഡിനൻ്റെ മകൻ റോഷനും, പുതുകുന്ന ഡിസ്ട്രിക്റ്റിൽ പുതുകുന്ന സഭയിൽ ടോമി മകൾ ടീന ടോമിയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും സഹകരണം തെളിയിക്കാമെങ്കിൽ ആ വിവരം ഇന്നു മുതൽ 3 ദിവസങ്ങൾക്കകം ഹോസ്പിറ്റലെ അറിയിക്കേണ്ടതാകുന്നു. ഇത് 2ാമത്തെ പരസ്യം.
ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ വചനം കേൾപ്പിക്കാനുള്ള ഒരുക്കത്തിനായി പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, വളരെ അനുഗ്രഹമേറിയ ഒരു പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ ഈ ആരാധനയുടെ നടുവിൽ ദൈവവചനം ധ്യാനിക്കാനായി ആഗ്രഹിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ദൈവവചനം ഞങ്ങൾക്ക് തന്ന് ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളിലിരുന്ന് ഇപ്പോൾ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമേ. യേശുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിൽ ദൈവവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് സുവിശേഷ പാഠഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ഒടുവിലുള്ള ഭാഗം. അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരു വ്യക്തിയുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി എന്തെങ്കിലും നൽകാമെന്നോ ഒരു പ്രത്യേക കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാമെന്നോ ഒരാൾക്ക് നൽകുന്ന ഉറപ്പാണ് വാഗ്ദാനം. ഇവിടെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വളരെയധികം പഠനത്തിനും ചർച്ചയ്ക്കും ചിന്തയ്ക്കും തർക്കങ്ങൾക്കും വിഷയമായി തീർന്നിട്ടുള്ള ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇന്നത്തെ പഴയ നിയമ പാഠഭാഗം യോവേൽ പ്രവചനം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു, എല്ലാ തലങ്ങളിലും പുരോഗതി പ്രാപിച്ച യഹൂദ രാഷ്ട്രം വളർച്ച പ്രാപിച്ചപ്പോൾ അവിടുത്തെ ജനത്തിന്റെ ആഡംബരപൂർണമായിരിക്കുന്ന ജീവിതം കൊണ്ട് ആത്മീക ജീവിതം വളരെയേറെ അധപ്പതിച്ചുപോയി. ഈ പ്രത്യേക കാലഘട്ടം എന്ന് പറയുന്നത് BC 835 മുതൽ 796 വരെ ഉള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടം യോവാശ് രാജാവിന്റെ ഭരണമായിരുന്നു. ജനത്തിന്റെ ക്രമം കെട്ട ജീവിതം കൊണ്ട് ക്ഷേമകാലം ക്ഷാമകാലമായി മാറിയെന്ന് ഈ ഭാഗത്തോട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ കാലഘട്ടത്തിൽ വെട്ടുക്കിളിയുടെ അതികഠിനമായ ആക്രമണം ഉണ്ടായി. അങ്ങനെ ജനത്തിന്റെ ജീവിതത്തിലും വളരെയേറെ ദാരിദ്ര്യവും അരിഷ്ടതയും നിറഞ്ഞ ഒരു സന്ദർഭം വന്നു ചേർന്നു. യോവാശ് രാജാവിന്റെ ഭരണകാലത്തായിരുന്നു യോവേൽ പ്രവാചകൻ യഹൂദയിൽ പ്രവചിക്കുന്നത്. യോവേലിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ അനവധി ദുരന്തങ്ങളുടെ പരമ്പരകൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ
മനസ്സിലാക്കാനായിട്ട് കഴിയും. വെട്ടുക്കിളിയുടെ ശല്യം, പകർച്ചവ്യാധികൾ, ക്ഷാമം, അഗ്നിബാധ, സൈന്യങ്ങളുടെ ആക്രമണം, ആകാശത്തു നിന്നുള്ള ആക്രമണങ്ങൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ മധ്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന ഒരു ദർശനമാണ് ഈ ഭാഗത്തിലൂടെ യോവേൽ പ്രവാചകൻ നൽകുന്നത്. വരുവാനിരിക്കുന്ന യഹോവയുടെ ദിവസത്തെയും ഭാവിയിലുള്ള സമൃദ്ധിയെയും പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തെയും പ്രവാചകൻ ഇവിടെ ദർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അനുതാപത്തിന്റെ പിന്നാലെയാണ് ആധ്യാത്മികമായ ഉണർവ് ലഭിക്കുന്നതെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നു. അനുതാപത്തിന്റെ ആഹ്വാനം സ്വീകരിക്കുന്ന ജനത്തിന് ദൈവം അനുഗ്രഹങ്ങൾ നൽകാമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ കുറേയധികം അനുഗ്രഹത്തെ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ ഈ കാലഘട്ടവും ഇതുപോലെയുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങളുടെ മധ്യേയുള്ള ജീവിതമാണ് മനുഷ്യൻ നയിക്കുന്നത്. ഇന്ന് പകർച്ചവ്യാധികളുണ്ട്, മറ്റ് ജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങളുണ്ട്, യുദ്ധത്തിന്റെ കെടുതികളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ സന്ദർഭത്തിലും ഒരു അനുതാപത്തോടുകൂടെയുള്ള ദൈവത്തോടുള്ള സമീപനം മനുഷ്യന് ആവശ്യമായിരിക്കുന്നു എന്ന് നാം ഈ കാലഘട്ടത്തിൽ ഉണരുന്നത് നന്നായിരിക്കും. ദേശത്തെ ക്ഷാമം നീങ്ങി സമൃദ്ധി ഉണ്ടാകുകയും ശത്രുവിന്റെ ആക്രമണങ്ങൾ പരാജയപ്പെടുകയും ദൈവജനത്തിന് വിടുതൽ ലഭിക്കുകയും ചെയ്യും എന്ന് പ്രസ്താവിച്ച ശേഷം ഭാവി കാലത്ത് ദൈവജനത്തിന് ലഭിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ദാനത്തെക്കുറിച്ച് ഇവിടെ പ്രവാചകൻ പ്രസ്താവിക്കുകയാണ്. അതാണ് നാം വായിച്ചു കേട്ട യോവേൽ പ്രവചനം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചില അവസരങ്ങളിൽ അപൂർവം ആളുകൾക്ക് മാത്രമുണ്ടായിരുന്ന ആത്മീക ശക്തി അന്ത്യനാളുകളിൽ പ്രായവ്യത്യാസം കൂടാതെ എല്ലാ ദൈവജനങ്ങൾക്കും ദൈവം പ്രദാനം ചെയ്യുമെന്ന് യോവേൽ പ്രവാചകൻ ഇവിടെ ദർശിക്കുകയാണ്. ഇവിടെ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വാക്യം വായിക്കുമ്പോൾ അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെട്ടത് പെന്തക്കോസ്ത് നാളിൽ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിയതോടുകൂടി ആണ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. യോവേൽ പ്രവാചകന്റെ പ്രവചനത്തിന്റെ നിറവേറലാണ് പെന്തക്കോസ്ത് നാളിൽ നടന്നതെന്ന് പത്രോസ് പ്രസ്താവിക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ച കണ്ടപ്പോൾ ഇത് മറ്റൊന്നുമല്ല, ഇത് യോവേൽ പ്രവാചകൻ നൽകിയ പ്രവചന നിവർത്തി എന്ന് പത്രോസ് പ്രഖ്യാപിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം ദൈവത്തിന്റെ വാഗ്ദത്തമാണെന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമത്, പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് യേശുവിന്റെ വാഗ്ദാനം. വിശുദ്ധ യോഹന്നാൻ 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് സുവിശേഷ ഭാഗമായിട്ട് നാം വായിച്ചത്. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിന്റെ ആളത്വം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നിവയെക്കുറിച്ച് യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അധ്യായങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14
14, 15, 16 അധ്യായങ്ങൾ യേശു തന്റെ വേർപാടിനെ കുറിച്ച് ശിഷ്യന്മാരെ അറിയിക്കുന്നു. യേശുവിന്റെ വേർപാടിനെ കുറിച്ചുള്ള ചിന്ത ശിഷ്യന്മാരിൽ വലിയ ഉത്കണ്ഠ ഉളവാക്കിയതായി നാം മനസ്സിലാക്കുന്നു. തന്റെ അസാന്നിധ്യത്തിൽ അവരോട് കൂടെ ഇരിക്കാനുള്ള മറ്റൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. അതാണ് ഇന്ന് നാം വായിച്ച 14-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷകൻ പരിശുദ്ധാത്മാവിനെ കുറിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് പാരക്ലീത്ത എന്നാണ്. വേദപുസ്തകത്തിൽ വിവിധ പരിഭാഷകളിൽ ആശ്വാസപ്രദൻ, ആലോചനക്കാരൻ, അഭിഭാഷകൻ, സഹായി, സ്നേഹിതൻ എന്നൊക്കെ ഇതിനെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പറ്റി വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി 14, 15, 16 അധ്യായങ്ങളിലൂടെ പറയുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് നിത്യസഹിയായി പ്രവർത്തിക്കുന്നു. 14-ാം അധ്യായം 6-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിത്യ ഗുരുവായി പ്രവർത്തിക്കുന്നു. 14:26. പരിശുദ്ധാത്മാവ് നിത്യ പ്രവാചകനായി പ്രവർത്തിക്കുന്നു. 16-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിത്യ വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. ഒരു ആളത്വം നൽകിയിരിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശാരീരിക അഭാവത്തിൽ നമ്മോടുകൂടെ വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, യേശുവിന്റെ വാഗ്ദത്തമാണ് എന്ന് മനസ്സിലാക്കണം. മൂന്നാമതായി, പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ഫലം വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ഫലം വാഗ്ദാനം ചെയ്യുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള ഭാഗമാണല്ലോ ഇന്നത്തെ ലേഖന പാഠഭാഗം. ഇവിടെ ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലവും തമ്മിലുള്ള വൈരുദ്ധ്യം 16 മുതലുള്ള വാക്യങ്ങളിൽ നാം വ്യക്തമായി വായിക്കുന്നു. ജഡാഭിലാഷത്തിന്റെ ഫലങ്ങളുടെ ഒരു പട്ടിക 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മെ തന്നെയും മറ്റുള്ളവരെയും ജീവിപ്പിക്കുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ച് 22 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ ആത്മാവിന്റെ ഫലം എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആത്മാവിന്റെ ഫലങ്ങൾ എന്നല്ല. നാം ഇന്ന് വായിച്ച ഈ ലേഖന പാഠഭാഗത്ത് പല കാര്യങ്ങൾ അവിടെ പറയുന്നെങ്കിലും ആത്മാവിന്റെ ഫലം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഈ 9 സൽഗുണങ്ങളും അയാളിൽ ഉളവാകണം. ഈ ഗുണവിശേഷങ്ങൾ വിഭജിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ആത്മിക ഫലങ്ങൾ എന്ന് പറയാതെ ആത്മഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 9 കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ഇതിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ഈ 3ഉം ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിയുമ്പോൾ ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നിവ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിന്റെ സമ്പൂർണത വെളിവാക്കുന്ന കാര്യങ്ങളാണ്. അടുത്തു പറയുന്ന 3 കാര്യങ്ങൾ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ വ്യക്തിപരമായ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം വ്യക്തമാക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ഈ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം, യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങൾ, ഇതാണ് ഇന്നത്തെ പാഠഭാഗത്തെ ആസ്പദമാക്കി നാം ധ്യാനിച്ചത്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണെന്ന് ഈ പ്രവാചക ദർശനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം 3 കാര്യങ്ങളാണല്ലോ ഇവിടെ ചിന്തിച്ചത്. ഒന്ന്, സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരാമെന്ന് പറഞ്ഞ ദൈവം, എല്ലാ സന്ദർഭങ്ങളിലും കൂടെ വസിക്കാമെന്ന് പറയുന്ന കർത്താവ്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുവാനുള്ള ശക്തി നമ്മിൽ എല്ലാവരിലും പകരട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുഗീതത്തിലെ 251 ഗീതം. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, വിശുദ്ധ ദിവസത്തിലെ ആരാധനയുടെ സന്തോഷം ഞങ്ങൾക്കിന്ന് പങ്കിടുവാൻ സ്വർഗ്ഗപിതാവ് തന്ന മഹൽഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയുടെ നടുവിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. കർത്താവായ യേശു നൽകുന്ന വാഗ്ദാനമാണ്. ഈ പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. ഈ കാലഘട്ടത്തിൽ ഇനി ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷയിൽ നിന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മനുഷ്യർന്നായിരിക്കുന്നത്. കൊറോണ വൈറസിൻ്റെ വ്യാപനം ഈ ദിവസങ്ങളിൽ കേരളക്കരയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള തുടക്കം വളരെ എണ്ണത്തിൽ കുറവായിരുന്നു. അവിടെ നിന്ന് ലക്ഷങ്ങൾ രോഗികളായി തീർന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മരണത്താൽ എടുക്കപ്പെട്ടു. ഞങ്ങളുടെ കേരളക്കര ആദ്യ ദിനങ്ങളിൽ എല്ലാ നിലകളിലും സുരക്ഷിതമായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ വ്യാപനം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്താഭാരം എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൗണിൽ പല അയവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. മനുഷ്യനും അതനുസരണമായി ജീവിത രംഗങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കർത്താവേ, ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങയുടെ പ്രത്യേകമായിരിക്കുന്ന സംരക്ഷണത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോവേൽ പ്രവാചകൻ യഹൂദാജനത്തെ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, ആക്രമണങ്ങൾ ഇവയാൽ തകർന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനമുണ്ട്
മുൻപോട്ടൊരു ജീവിതമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച എല്ലാവരുടെ മേലും ഉണ്ടാകുമെന്ന് പ്രവചിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. ഈ കാലഘട്ടത്തിലും അതേ ആത്മാവിൻ്റെ പകർച്ച എല്ലാവരുടെ മേലും വ്യാപിച്ചു. അത് പ്രാപിച്ചെടുക്കുവാൻ അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ തലങ്ങളിലും മനുഷ്യൻ നിരാശയോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തെക്കുറിച്ച് ലോകത്തിലുള്ള പല രാഷ്ട്രങ്ങളും പ്രകൃതിക്ഷോഭത്താൽ നാശമുണ്ടാകാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷകരും കേരളത്തിൽ ഭയങ്കരമായ ശക്തമായ മഴ പെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ നിയന്ത്രണമെല്ലാം അങ്ങേക്കുള്ളതാണ്. ഈ പ്രത്യേകമായ ദുരിതപൂർണമായ ജീവിതത്തിൽ ഇനി ഒരു പ്രകൃതിക്ഷോഭം കൂടെ താങ്ങാനുള്ള ശക്തി ഞങ്ങളുടെ സംസ്ഥാനത്തിനില്ല. കാരുണ്യവാനായ കർത്താവ്, പ്രകൃതിയെ നിയന്ത്രിക്കുന്ന സ്വർഗീയ പിതാവേ, ഒരനർത്ഥവും വരാതെ ഞങ്ങളുടെ ദേശത്തെ കാത്തുകൊള്ളണമേ. വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന മാറ്റിവെച്ച പരീക്ഷകളൊക്കെ എഴുതാനുള്ള കൃപ അമ്മയുടെ മക്കൾക്ക് കൊടുക്കണമേ. ദൂരദേശങ്ങളിലായിരിക്കുന്നവർ നാടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരിലൂടെ രോഗങ്ങളൊന്നും പകരാതിരിക്കുവാൻ അങ്ങ് തന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് അന്യരാജ്യങ്ങളിൽ ജോലി നേടിപ്പോയവരും പഠനത്തിനായി പോയ ഞങ്ങളുടെ മക്കളും ആപത്തും അനർത്ഥങ്ങളും കൂടാതെ അവരെ കാത്തു നാടുകളിൽ വന്നെത്തേണ്ട കൃത്യസമയങ്ങളിൽ അവർ വന്നെത്തുവാൻ അവിടുന്ന് സഹായിക്കണം. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. സ്വർഗീയ പിതാവേ, നിന്റെ പ്രത്യേകമായിരിക്കുന്ന സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകളിൽ സാമ്പത്തികമായി വളരെയേറെ ഭാരപ്പെടുന്ന ജീവിതങ്ങളിൽ ദൈവമേ സ്വന്തമായി ജീവിക്കാനുള്ള വഴികളെ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരെ രോഗങ്ങളിൽ നിന്ന് വിടുവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളെ തുടരുവാനോടൊന്ന് സഹായിക്കണമേ. ഭവനങ്ങളിൽ നിന്ന് ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യമായിരിക്കുന്ന സമാധാനത്തെ ഞങ്ങളുടെ ദേശങ്ങളിൽ അവിടുന്ന് തുടർന്നും നൽകണമേ. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പല ക്രമീകരണങ്ങൾ ചെയ്ത് സഹായിച്ച സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധനിക്കുന്നത് അച്ഛനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകലിലുള്ള ഞങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ നിന്റെ ദിവ്യമായിരിക്കുന്ന സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് സമാധാനമുള്ളവരായി ദൈവഭയമുള്ളവരായി ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളിലൂടെ പ്രതീക്ഷിക്കുന്ന നന്മയായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവത്തിൽ ജീവിക്കാൻ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. മഹത്വം കർത്താവ് സ്വീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ അനന്തത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളേവരോടും എന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ.